ഈ ക്ഷീണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും ഈ ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ ഇരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അല്ലെങ്കിൽ അസുഖം വന്നാൽ അനങ്ങാതെ ഇരിക്കണം എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പം ഈ അടുത്ത ചോദ്യം ശരിക്കും നമ്മുടെ ടോപ്പിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് സംബന്ധമായിട്ടുള്ള ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പം അതിലാണെങ്കിലും ഒരു പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാട് മുട്ടിന് വേദന തുടങ്ങിയാൽ പിന്നെ അനങ്ങാതെ ഇരിക്കുക, അധികം നടക്കാതെ ഇരിക്കുക, അധികം വെയിറ്റ് എടുക്കരുത്, വേറെ അങ്ങനത്തെ പല കാര്യങ്ങളും റെസ്ട്രിക്റ്റ് ചെയ്യുക. പക്ഷേ അതേസമയം നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് മുട്ടിന് വേണ്ട ഒരു എക്സസൈസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഈ പ്രശ്നം തന്നെ വരുന്നത്. അപ്പം ശരിക്കും എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻ? ബിക്കോസ് സാധാരണഗതിയിൽ ഈ വേദന തുടങ്ങിയാൽ പിന്നെ ഇതിൻ്റെ അവസാനം ഒരു നീ റീപ്ലേസ്മെൻറ്റിലാണെന്നാണ് പൊതുവെ ധാരണ. ഈ മുട്ടുവേദന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സർജറി, അതായത് എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് കൊണ്ട് കേരളത്തിൽ മുട്ടുമാറ്റി വയ്ക്കൽ എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് ഓരോ ദിവസവും എത്ര മുട്ടുമാറ്റി വയ്ക്കൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം പണ്ട് ഞാൻ ഓർക്കുന്നു, ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന ഒരു 2000 അല്ലെങ്കിൽ 2010 ആ കാലഘട്ടത്തിലൊക്കെ വളരെ റെയറായിട്ടേ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയൊക്കെ തന്നെ ഒന്നോ രണ്ടോ, ബേസിക്കലി ഒരു ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവിടെ ആയിരുന്നു ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ലാസ്റ്റ് 25 ഇയേഴ്സിൽ കേരളത്തിൽ എല്ലാ വില്ലേജിലും ഉള്ള ഹോസ്പിറ്റലുകളിൽ പോലും മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഈ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ആണെങ്കിൽ എന്താണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ ഓരോരുത്തരും അതിനകത്ത് പോയി പെടുന്നതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.